Hi all. In this video, we discuss about Module 4 of Professional Ethics. So Module 4 of Professional Ethics is titled as Responsibilities and Duties. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ മലയാളത്തിലും നമ്മൾ മെയിൻ ഡെഫിനിഷൻസ് എന്താണ് ആ ഒരു ഡെഫിനിഷൻ ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓൾറൈറ്റ്, സോ മോഡ്യൂൾ 4 ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ what do you mean by responsibilities and what do you mean by rights in a professional ethical manner. Professional ethics എന്ന ഈ പേപ്പറിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ റൈറ്റ്സ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now, the first concept which we are going to deal with in this module is your collegiality. Your collegiality is a tendency to support and cooperate with colleagues. It is a virtue essential for a team to be effective in an organization. So, collegiality എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 പേരടങ്ങുന്ന ടീമിൽ ആ 10 പേരും ആ ടീമിനുള്ളിൽ എത്രത്തോളം സഹകരിച്ച് പ്രവർത്തിക്കുന്നു ആ സഹകരണത്തിനെയാണ് നമ്മൾ കൊളീജിയാലിറ്റി എന്ന് പറയുന്നത്. Alright, so the cooperation between the group members in a group is what we call it as collegiality. And more the cooperation, more would be the result, or good, or the higher would be the result as such. And collegiality is a relationship between colleagues. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പല എംപ്ലോയീസും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൻ്റെ പേര് കൂടിയാണ് നമ്മൾ കൊളീജിയാലിറ്റി എന്ന് പറയുന്നത്. And it mainly consists of 3 things. The first one is your respect, the second one is your commitment, and the third one is your connectedness. അതായത് പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റ്, അതായത് ഒരു ബഹുമാനം, കമ്മിറ്റ്മെൻറ്റ്, കൃത്യമായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ആൻഡ് കണക്റ്റഡ്നെസ്, ഒന്ന് അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനും അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനും. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് കൊളീജിയാലിറ്റി. The second topic which we are going to deal from this topic or this module is your loyalty. Now, when you talk about loyalty, this collegiality and loyalty actually comes in the same line. So, loyalty is basically deals with a devotion and faithfulness to nation, cause, philosophy, country, group or a person. നമ്മൾ ലോയൽറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തിനോടോ ഒരു രാജ്യത്തിനോടോ അല്ലെങ്കിൽ ഒരു മതത്തിനോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐഡിയയോടോ ഉള്ള ആ ഒരു ആത്മാർത്ഥത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പരിധിവരെ പ്രതിബദ്ധതയാണ് നമ്മൾ ലോയൽറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ മലയാളത്തിൽ പറയും എത്രത്തോളം കൂറുണ്ട് എന്നുള്ളത്. സോ ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു പ്രതിബദ്ധതയാണ് നമ്മൾ ലോയൽറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നൗ loyalty is a faithful adherence to an organization and the employer. So in terms of professional ethicsൽ നമ്മൾ ലോയൽറ്റി എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക്, അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ആ സ്ഥാപനത്തിനോടും ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയോടുമുള്ള ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് നമ്മൾ ലോയൽറ്റി എന്ന് പറയുന്നത്. ആൻഡ് ലോയൽറ്റി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഓർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. 2 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ, or in broad the loyalty has been divided into 2. The first one is your agency loyalty, the second one is your attitude loyalty. Your agency loyalty is nothing but it's an acting of fulfill one's contractual duties to an employer. അതായത് ഏജൻസി ലോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് നമ്മൾ ഏജൻസി ലോയൽറ്റി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ ലോയൽറ്റി, ഇറ്റ്സ് എൻ ആക്ട് ഓർ ഇറ്റ് ഈസ് എൻ ആക്ട് ബീങ് ദ ലോയൽ in order to fulfill or in order to complete the task in that particular organization or institution. Whereas the second one, that means attitude loyalty. In attitude loyalty, it has a lot to do with your attitude, your emotions, and a sense of personal identity and belongingness. Whereas attitude loyalty എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ മാത്രം ഉള്ള ഒരു ആത്മാർത്ഥതയേക്കാൾ ഉപരി ആ സ്ഥാപനത്തിനോടും ആ വ്യക്തിയോടും ആ ജോലിയോടും അതുപോലെ തന്നെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരോടുമുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആത്മാർത്ഥതയെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. സോ ദ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്
Agency loyalty is basically we call it as contractual in nature. Contractual means ഒരു ജോലി ചെയ്ത് കഴിയുന്നത് വരെയുള്ളൂ. Whereas in the case of your attitude loyalty, അത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ബൈ ബർത്ത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ്, വളരെ ലോയൽ ആണ് എന്ന് പറയുന്നത്. അത് ഏത് സാഹചര്യമാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും അദ്ദേഹം ലോയൽ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ, ജോലി ചെയ്ത് തീർക്കാൻ മാത്രം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ മാത്രം നമ്മൾ ലോയൽ ആകുന്നു. സെക്കൻഡ് കേസ്, ആസ് എ പേഴ്സൺ ഹി ഈസ് ലോയൽ. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് loyalty from this particular module. Next topic which we're going to deal with is your managing conflict. This particular paper basically deals a lot about how to manage the employees effectively and how best we can actually resolve a conflict. So before getting into what you mean by managing conflict, you need to familiar with what you mean by conflict. നമുക്കറിയാം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ എന്ന് പറയുന്നില്ല, രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ തമ്മിൽ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനെ പറയുന്നതിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ രണ്ടോ മൂന്നോ ആളുകൾ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ വ്യക്തികളോ കൂടുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സോ കോൺഫ്ലിക്റ്റ് ഇസ് refers as any kind of opposition or antagonist intersection between two or more parties. Now, if this is managed properly, ഇത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫങ്ഷണൽ ചെയ്യാൻ പറ്റും. വേറാസ് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ആ ഒരു മൊത്തം ഓർഗനൈസേഷൻ്റെ ഡിസ്ഫങ്ഷണൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസാസ്റ്ററിലേക്ക് അത് നയിക്കപ്പെടും. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ കോൺഫ്ലിക്റ്റ്? സോ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് കോസസ് ഫോർ കോൺഫ്ലിക്റ്റ് ആർ അൺഫെമിലിയർ ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ആളുകൾക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓൾറൈറ്റ്, സെക്കൻഡ് വൺ, ആംബിഗ്വസ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. പൂർണ്ണമായ വിവരങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താതെ വരുന്ന സമയങ്ങളിൽ. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. And last one, power struggles. So when it comes to organizational structure and power struggles, ആളുകൾ ഓരോ പോസ്റ്റ് മുകളിലോട്ട് പ്രൊമോഷൻ കിട്ടും അധികാരം കൂടുന്നു. ആ അധികാരം മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് പവർ സ്ട്രഗിൾസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ കോസസ് ഫോർ യുവർ മാനേജിങ് കോൺഫ്ലിക്റ്റ്. നൗ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ മാനേജിങ് കോൺഫ്ലിക്റ്റ്? എന്തെല്ലാം മെത്തേഡ്സിലൂടെ ഒരു സ്ഥാപനത്തിനുള്ളിൽ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നമുക്ക് എങ്ങനെയെല്ലാം ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും? സോ ബേസിക്കലി വിൽ ബി ഡീലിംഗ് വിത്ത് ദ 4 ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ്. 4 മെത്തേഡ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് യുവർ കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗോസിയേഷൻ. ബേസിക്കലി ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഗോസിയേഷൻസ്. ദാറ്റ് മീൻസ് നെഗോസിയേഷൻ ബേസിക്കലി ഡീൽസ് വിത്ത് വെൻ യു ടോക്ക് അബൌട്ട് managing conflicts, we will be like calling 2 different parties into a common platform and we'll be negotiating between them. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ചിരുത്തി ചർച്ചകളും അതുപോലെ തന്നെ അവർ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാം. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് യുവർ കൺസീലിയേഷൻ. Conciliation basically refers to a series of conferences including informal sitting between representatives of 2 parties. For example, നമ്മളൊരു രാഷ്ട്രീയ നേതാക്കളുടെ കാര്യങ്ങൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു മുന്നണിയിൽ 2 പാർട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ കൺസീലിയേഷൻ നമ്മൾ ഉപയോഗിക്കും. അതായത് ഒരാൾ ഈ 2 ആൾക്കാരും അല്ലെങ്കിൽ ഈ 2 ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരെ വിളിച്ചിരുത്തി ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നു. 2 പേർക്കും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 പ്രശ്നം പറ്റിയിരിക്കുന്ന 2 പാർട്ടീസിനാണ്. അവർക്ക് 2 പേർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് അവർ തമ്മിലുള്ള ചർച്ചകൾ നടത്തുന്നതിനാണ് നമ്മൾ കൺസീലിയേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് എ മീഡിയേഷൻ. Mediation clearly specifies that it's a third-party act. It's a third-party acts as a moderator to influence these 2 contending parties. Which means that A, B, C 3 വ്യക്തികളുണ്ട്. അതിൽ എയും സിയുമായിട്ടാണ് പ്രശ്നമെങ്കിൽ ബി എന്നുള്ള വ്യക്തി ആയിരിക്കും തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി എക്കും ബിക്കും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ആൻഡ് ആ ബി ആയിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. Alright, the last one is your arbitration. Arbitration is again a third person which is chosen as an arbitrator by agreement between the employer and employees. ഈ മീഡിയേഷനും
ആർബിട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയേഷനിൽ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ തേർഡ് പാർട്ടിയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. അത് എയും ബിയുമായിട്ടുള്ള കൺസെൻറ്റ് നമ്മൾ എടുക്കുന്നില്ല. എയുടെയും ബിയുടെയും അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികളുടെ കൺസെൻറ്റ് എടുത്തിട്ടല്ല നമ്മൾ തേർഡ് പാർട്ടീനെ നമ്മൾ മീഡിയേഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. Alright, whereas in the case of arbitration, by agreement, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രണ്ടുപേരുടെയും അഭിപ്രായം അല്ലെങ്കിൽ കൺസെൻറ്റ് എടുത്തുകൊണ്ടാണ് we will be selecting or we will be choosing the third person to have the conferences or to have the talks. Alright, so these are the 4 methods in order to solve or to resolve the conflicts which actually arises in an institution or a firm. So this is how we can actually resolve the conflicts in a firm. Now, what do you mean by, or how this conflict management processes evolves, or how it actually take it forward? So basically, when you talk about conflict management process, it can be explained by using 3 different steps. 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കുന്നത്. The first step is a preliminary step in which we'll be knowing the conflict. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് മനസ്സിലാക്കണം. അതായത് രണ്ടുപേര് തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നതാണ് ദ പ്രിലിമിനറി സ്റ്റെപ്പ്. ദ സെക്കൻഡ് വൺ ഇസ് ഡയഗ്നൈസ് ദ ഇഷ്യൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ പ്രശ്നം എന്താണ് ശരിക്കുമുള്ള പ്രശ്നം, ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, രണ്ട് ഭാഗങ്ങളും അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും ഭാഗങ്ങൾ കൃത്യമായിട്ട് കേട്ട് അത് മനസ്സിലാക്കുന്നതിനാണ് ഡയഗ്നൈസിങ് ദ ഇഷ്യൂ. ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് യുവർ കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് മോഡ്സ്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇറ്റ് ക്യാൻ ബി യൂസിങ് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. സോ ബേസിക്കലി ഈ സ്റ്റെപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി 3 steps: preliminary step, diagnosing, and finally conflict handling modes. So this is how, or it's all about managing a conflict which arises in a organization. Now, the next topic from this particular module, module 4, is your respect for authority. ബഹുമാനം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനും ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്കും കൊടുക്കേണ്ട ഒരു അതോറിറ്റി, അതുതന്നെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. അതിന് കൊടുക്കേണ്ട ബഹുമാനത്തിനെയാണ് നമ്മൾ റെസ്പെക്ട് ഫോർ അതോറിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ഓർഗനൈസേഷണൽ ഗോൾസ്, ദ പ്രൊഫഷണൽസ് ഷുഡ് പൊസസ് റെസ്പെക്ട് ഫോർ അതോറിറ്റി. കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതിൻ്റെ ഉടമയോടും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നവരോടും കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റ് നമുക്ക് പാലിക്കണം. Now, what are the types of authority? Your authority has been divided into 2. The first one is your expert authority and the second one is your executive authority. So 2 types: executive authority and your expert authority. The first one is your executive authority. Executive authority is the corporate or institutional right which is given to a person to exercise power based on the resource or an organization. For example, എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ പൊസിഷൻ എന്നുള്ളത്. അതായത് ആ കോളേജ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ കോളേജിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൽ എന്നുള്ള വ്യക്തിക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി. അതിനെയാണ് നമ്മൾ ഒരു വ്യക്തിക്ക് പവർ കൊടുത്ത് അയാളെ അതോറിറ്റി ആക്കി വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനെയാണ് നമ്മൾ executive authority എന്ന് പറയുന്നത്. So executive authority is nothing but it is an act of corporate or institutions in which the power is given or entrusted with a particular person in order to have a smooth functioning in an organization. All right, whereas in the case of expert authority is different. Expert authority, this is a possession of a special knowledge or skills or a competence to perform a particular task in a particular period of time. Whereas expert authority എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ വേർഡിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് അത് പവർ ബേസ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്, അയാളുടെ സ്കില്ലും അയാളുടെ കഴിവും അനുസരിച്ച് അയാൾക്ക് അതോറിറ്റി കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ എന്താക്കുന്നു, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് എക്സ്പേർട്ട് അതോറിറ്റി.
അയാളുടെ ആ സ്കില്ല് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ പവറിനെയാണ് നമ്മൾ എക്സ്പേർട്ട് അതോറിറ്റി എന്ന് പറയുന്നത്. വേറസ് ഒരു വ്യക്തിക്ക് സ്കില്ലിനേക്കാൾ ഉപരിയായി അയാൾക്കൊരു പവർ ഫുള്ള് കൊടുത്ത് അയാളെ അതോറിറ്റി ആക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് എക്സിക്യൂട്ടീവ് അതോറിറ്റി. സോ ദീസ് ആർ ദ ഡിഫറൻസ്. എക്സിക്യൂട്ടീവ് അതോറിറ്റിയും അതുപോലെ തന്നെ എക്സ്പേർട്ട് അതോറിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നൗ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്? നമ്മൾ നേരത്തെ ഓൾറെഡി അതോറിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതോറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും അത് ഇറ്റ് ആക്ച്വലി ടോക്സ് ഇൻ എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പേഴ്സ്പെക്റ്റീവ്, അതായത് ഒരു എംപ്ലോയർ പേഴ്സ്പെക്റ്റീവിലായിരിക്കും നമ്മൾ കൂടുതൽ അതോറിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. വേറാസ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് collective bargaining, it's a different topic from module 4. So collective bargaining, when it comes to collective bargaining, ഇത് കൂടുതലും എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു നോഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്. അതായത് കളക്റ്റീവ് ബാർഗൈനിങ് ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഇസ് നത്തിങ് ബട്ട് സംഘടിതമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. 100 എംപ്ലോയീസ് അല്ലെങ്കിൽ 100 തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 തൊഴിലാളികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നിർമ്മിച്ചുകൊണ്ട്, യൂണിയൻ തന്നെ നിർബന്ധമില്ല, ഒരു ഗ്രൂപ്പ് നിർമ്മിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. So collective bargaining is nothing but it's a process of voluntary negotiations. So it's a voluntary one. It's not ഒരാൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ല. Voluntary negotiation between employer and a group of employees to resolve the conflict is what we call it as collective bargaining. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി എംപ്ലോയേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പും, അതായത് റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയും ചേർന്ന് മുന്നോട്ട് നീങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ collective bargaining എന്ന് പറയുന്നത്. Now, it is the responsibility of an organization to look into the welfare section of the people. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ വെൽഫെയർ നോക്കുക എന്നുള്ളത് ആ അതോറിറ്റി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ വലിയൊരു കടമയാണ്. Now, in order to deal with such complex situation, the employee union is formed wherein each employee become a member and a leader is elected to represent the group wherever needed. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും നമുക്കറിയാം അവർക്ക് യൂണിയൻ ഉണ്ടാവും, എംപ്ലോയി യൂണിയൻ ഉണ്ടാവും. സോ ഈ എംപ്ലോയി യൂണിയൻ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതിൽ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ആ മെമ്പേഴ്സിൽ നിന്ന് അവരൊരു യൂണിയനിൽ ഒരു ലീഡറെ എലക്ട് ചെയ്തിട്ടുണ്ടാവും. അയാളായിരിക്കും, ആ ലീഡർ ആയിരിക്കും അവർക്ക് വേണ്ടി എംപ്ലോയറിൻ്റെ അടുത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നെഗോസിയേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി കോൾഡ് ആസ് കളക്റ്റീവ് ബാർഗൈനിങ്. അടുത്തത്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവിധ തരങ്ങൾ അല്ലെങ്കിൽ വിവിധ ടൈപ്സ് എന്തെല്ലാമാണ്? സോ യുവർ കളക്റ്റീവ് ബാർഗൈനിങ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 4. The first one is your distributive bargaining. The second one is your integrative bargaining. The third one is your attitudinal structuring. And the fourth one is your intra-organizational bargaining. First one is your distributive bargaining. So distributive bargaining means in this one party's gain is another party's loss. So distributive bargaining എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നഷ്ടം മറ്റൊരു വ്യക്തിയുടെ ലാഭമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നേട്ടമായിട്ട് മാറും. എക്സാമ്പിളായി നമ്മൾ കൊടുത്തിരിക്കുന്ന വേജസ് ആണ്, അതായത് സാലറി കൂട്ടുന്നത്. അതായത് സാലറി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ്. കാരണം അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പോൾ സാലറി കൂട്ടുമ്പോൾ അത് എംപ്ലോയീസിന്, അതായത് ജോലിക്കാർക്ക് അത് ലാഭവും, വേറെ അത് ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ അത് അവർക്ക് നഷ്ടവുമാണ്. അപ്പോൾ ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം വരുന്ന രീതിയിലുള്ള ബാർഗെയിൻ കളക്റ്റീവ് ബാർഗെയിനിങ് ആണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ്, wherein which one party's gain is another party's loss. Next one is integrative bargaining. Integrative bargaining, in this type of bargaining, both parties may gain or none of the parties may lose. അതായത് ഇൻറ്റഗ്രേറ്റീവ് ബാർഗനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ രണ്ട് ആളുകളും, അതായത് എംപ്ലോയറും എംപ്ലോയും ഗെയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ എംപ്ലോയറും ഗെയിൻ ചെയ്യും. ഒന്നിലെ കിട്ടും അല്ലെങ്കിൽ പോകും. രണ്ട് പാർട്ടീസിനും കിട്ടുകയാണെങ്കിൽ കിട്ടും, രണ്ട് പാർട്ടീസിനും പോവുകയാണ്, നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെടും. എക്സാമ്പിളായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. കൃത്യമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയീസിന് കൊടുത്താൽ അത് എംപ്ലോയീസിന് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പറ്റും, അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനും പറ്റും. രണ്ടുപേരും ഗെയിൻ ചെയ്യും. ട്രെയിനിങ് കൊടുത്തില്ലെങ്കിലോ? ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ
ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലാഭം വർദ്ധിപ്പിക്കാനും പറ്റില്ല. കാരണം എന്താ? അതിനുള്ള ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ്, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് കിട്ടുന്നില്ല. ഓൾറൈറ്റ്. സോ ഒന്നില്ലെങ്കിൽ രണ്ടുപേർക്കും നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ലഭിക്കുന്ന അല്ലെങ്കിൽ ലാഭം കിട്ടുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റീവ് ബാർഗൈനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്നൽ structuring. Attitudinal structuring is when there is a backlog of bitterness between both of the parties, the attitudinal structure is required to make a smooth industrial relations. അതായത് ജോലിക്കാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായിട്ട് മുൻകാലത്ത് എപ്പോഴെങ്കിലും ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴല്ല, മുൻകാലത്ത് എന്തെങ്കിലും ചെറിയ സ്വരച്ചേർച്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പാച്ചപ്പ് ചെയ്യാൻ, ആ പ്രശ്നങ്ങൾ നമ്മൾ റിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാർഗെയിനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡൽ സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ബാക്ക്ലോഗ് ഓഫ് ബിറ്റർനെസ്. അതായത് മുൻകാലത്തെ എന്തെങ്കിലും ബിറ്റർ അനുഭവങ്ങളുണ്ടെങ്കിൽ, ബിറ്റർ എക്സ്പീരിയൻസ് മീൻസ് എന്തെങ്കിലും കൈപ്പേറിയ പ്രശ്നങ്ങൾ, കൈപ്പേറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആറ്റിറ്റ്യൂഡൽ സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. The last one is intra-organizational bargaining. In the intra-organizational bargaining, there can be conflict, between a group of management and a group of employee unions. ചില സ്ഥലങ്ങളിൽ യൂണിയനും മാനേജ്മെൻറ്റും തമ്മിലായിരിക്കും ഇഷ്യൂ, അത് എംപ്ലോയീസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റും യൂണിയനും തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ അത് നമ്മൾ പാച്ചപ്പ് ചെയ്യാൻ, അത് റിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗൈനിങ് എന്ന് പറയുന്നത്. സോ നാല് പേർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. We have your distributive bargaining, then you have integrative bargaining, you have attitudinal structuring and intra-organizational bargaining. So these are the types of collective bargaining. Now, what is the process of collective bargaining? എന്തെല്ലാം സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത്, എംപ്ലോയി യൂണിയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഏതെല്ലാം സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള പ്രോസസ്സ് മുന്നോട്ട് നീങ്ങുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, പ്രിപ്പയറിംഗ് ഫോർ നെഗോസിയേഷൻ. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു കാര്യം റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചർച്ചകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നെഗോസിയേഷൻ ബേസിക്കലി ഡീൽസ് വിത്ത് ടു സൈഡ് ടോക്സ്. വൺ സൈഡ് അല്ല, ടു സൈഡ് ആയിട്ട് രണ്ട് ഭാഗക്കാരെയും ഇരുത്തി ചർച്ച ചെയ്യാൻ റെഡി ആയിരിക്കണം. സോ പ്രിപ്പറേഷൻ ഓഫ് നെഗോസിയേഷൻ. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈയിങ് ബാർഗൈനിങ് ഇഷ്യൂസ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് തീർപ്പാക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം. തേർഡ് വൺ, നെഗോസിയേഷൻ പ്രൊസീജിയർ. ഏത് രീതിയിലുള്ള നെഗോസിയേഷൻ യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ ഇഷ്ടം പോലെ മെത്തേഡ്സ് പറഞ്ഞത്, ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റീച്ചിങ് ദ എഗ്രിമെൻറ്റ്. ചർച്ചകൾക്കൊടുവിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നു. നെക്സ്റ്റ് വൺ, റാറ്റിഫൈങ് ദ എഗ്രിമെൻറ്റ്. റാറ്റിഫൈങ് എഗ്രിമെൻറ്റ് മീൻസ്, ദ വേർഡ് റാറ്റിഫൈങ് മീൻസ് രണ്ടുപേരും, ഈ പ്രശ്നമുള്ള രണ്ടുപേരും ഒരുമിച്ച് ഒരു സൊല്യൂഷനിൽ എത്തുന്നതാണ് നമ്മൾ റാറ്റിഫൈങ് എന്ന് പറയുന്നത്. ഒരു എഗ്രിമെൻറ്റ്, ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചു, അത് രണ്ടുപേരും അംഗീകരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾ റാറ്റിഫൈങ് ദ എഗ്രിമെൻറ്റ്. സൊല്യൂഷനിൽ എത്തിച്ചേരുന്നു. ദെൻ ദ ഫൈനൽ വൺ ഇസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. ആ സൊല്യൂഷൻ എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഗ്രിമെൻറ്റിൽ നമ്മൾ കണക്കാക്കുന്നത്. ഓൾറൈറ്റ്. സോ ദീസ് ആർ ദ 6 steps in which we can actually implement the collective bargaining. Now, what are the objectives of collective bargaining and what are the advantages of collective bargaining? ഞാനിത് പോയിന്റ് ബൈ പോയിന്റ് ഞാനത് വായിക്കാൻ നിൽക്കുന്നില്ല. ഇറ്റ്സ് ഓൾ സെൽഫ് എക്സ്പ്ലനേറ്ററി. കാരണം കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് എംപ്ലോയർക്ക്, വി ക്യാൻ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ടു ഹാവ് എ സൗണ്ട് പ്രൊഡക്റ്റീവ് നേച്ചർ ഇൻ ദ ഓർഗനൈസേഷൻ. നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. Then we can regulate the terms and conditions of employment without the third party intervention. വേറെ ഒരാളുടെ സഹായമില്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ടു റേസ് ദ സോഷ്യോ എക്കണോമിക് ആട്രിബ്യൂട്ട്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിക്കാൻ പറ്റുന്നു. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് ഇൻ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. ജോലിക്കാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്കാരുടെ വെൽഫെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും കളക്റ്റീവ് ബാർഗൈനിങ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് ചില മാനേജ്മെൻറ്റുകൾ നമുക്ക് എംപ്ലോയീസിൻ്റെ മേലെ വളരെ അധികാരം ഉപയോഗിക്കും. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട്, വളരെ എന്താ പറയുക അടിച്ചമർത്തിക്കൊണ്ട് എംപ്ലോയീസിനെ ആ ഒരു പ്രശ്നത്തിലേക്ക് നീക്കി നിർത്താതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് എംപ്ലോയീസിൻ്റെ മേലും കൂടി അല്ലെങ്കിൽ എംപ്ലോയീസിന് ഒരു കൺട്രോളും കൂടി കിട്ടാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രൊമോഷൻ ഓഫ്
ഡ്യൂറബിൾ ഇൻഡസ്ട്രിയൽ പീസ്. കൃത്യമായിട്ട് നമുക്കൊരു എന്താ പറയുക, ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നു. എ കൺഡ്യൂസീവ് ടു ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് മാനേജറൽ എഫിഷ്യൻസി. നമുക്ക് കളക്റ്റീവ് ബാർഗൈനിങ് ഉപയോഗിച്ച നല്ലൊരു മാനേജറൽ എഫിഷ്യൻസി, കാരണം നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മാനേജ്മെൻറ്റും സ്റ്റാഫും നമ്മൾ തീരുമാനിക്കാൻ പറ്റുന്നു. സോ ഇറ്റ്സ് ബേസിക്കലി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് industrial rules and regulations and to create a labor friendly atmosphere in the industry. So collective bargaining എന്താണ് അതിനുള്ള methods, what do you mean by collective bargaining, what are the methods, what are the steps, what are the aims and objectives, and what are the advantages. So these are the topics which we have discussed in this particular video. So this is just the part A of module 4. We'll be back with part B of module 4. Thank you.